നിങ്ങൾ പറയാറുണ്ട്, പലപ്പോഴും നിങ്ങൾ ചോദിക്കാറുള്ള ചില സംശയങ്ങൾ നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം. അതായത് നിങ്ങൾ പറയും പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു, പുതിയ പുതിയ ടെസ്റ്റുകൾ കണ്ടുപിടിക്കപ്പെടുന്നു, പുതിയ പുതിയ പേരുകൾ വരുന്നു. അപ്പോ ആ സമയത്ത് ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര വികസിക്കുമ്പോൾ വളരുമ്പോൾ ഇത്തരം പേരിട്ട രോഗാവസ്ഥകൾ, ഇത്തരം ടെസ്റ്റുകൾ ഇതൊന്നും 5000 വർഷങ്ങൾക്ക് മുൻപില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ ചികിത്സിക്കും എന്ന് ചോദിക്കും. തികച്ചും നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ് ഇത്തരം ഒരു സംശയം തന്നെ വരുന്നത്. കാരണം നമ്മുടെ ശരീരത്തെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ കാലാവസ്ഥയെ ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ദേഹപ്രകൃതികളെ, ദോഷപ്രകൃതികളെ ഒരു 7-8 തരത്തിലേക്ക് തരംതിരിച്ചിരിക്കുകയാണ്. ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 ദോഷങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെ ഇതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ബേസിക് സട്ടിൽ നേച്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുക. അതിൽ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അതിന് രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു. ആ ലക്ഷണങ്ങളെ ബാലൻസ് ചെയ്യുക. ആ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഏതേത് ദോഷങ്ങൾ, വാത പിത്ത കഫ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അളക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ് നേച്ചറുള്ള ദ്രവ്യങ്ങൾ ഔഷധങ്ങളായിട്ടും ഭക്ഷണങ്ങളായിട്ടും നമ്മൾ കഴിക്കുന്നു. അതിനനുയോജ്യമായ ചിട്ടകൾ, ജീവിത രീതികൾ പാലിക്കുന്നു. അതുവഴി ആ ദോഷം, ത്രിദോഷങ്ങളുടെ, വാദപിത്ത കഫദോഷങ്ങളുടെ ബാലൻസ് അച്ചീവ് ചെയ്യുക വഴി എന്ത് രോഗാവസ്ഥകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അത് ഇല്ലാതാവുന്നു. അതാണ് ആയുർവേദത്തിന്റെ കൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ ചാനൽ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള രോഗാവസ്ഥകളും, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ടെസ്റ്റുകളും, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള പേരുകളും ഒന്നുമല്ല, ഇനിയും പേരുകളും ടെസ്റ്റുകളും രോഗാവസ്ഥകളും ഉണ്ടായാൽ പോലും അതിനെല്ലാം പരിഹരിക്കുന്നതിന് പര്യാപ്തമാണ് ഈ ത്രിദോഷ സിദ്ധാന്തം. അതായത് വാദപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനലൈസ് ചെയ്യുകയും അതിന്റെ ബാലൻസിന് വേണ്ടതായ ഔഷധ ദ്രവ്യങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുക വഴി ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ പരിമിതി വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി, ഔഷധ ദ്രവ്യങ്ങളുടെ ലഭ്യത കുറവ്, അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരം പല രീതിയിൽ കണ്ടാമിനേറ്റഡ് ആ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പല രീതിയിലുള്ള വിഷപദാർത്ഥങ്ങൾ, വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള വായുമലിനീകരണം, ജലമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, തെറ്റായ ചിന്താഗതികൾ, തെറ്റായ ജീവിത രീതികൾ, അതുപോലെ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, കളറുകൾ, പ്രിസർവേറ്റീവുകൾ, ജങ്ക് ഫുഡ്, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം പല രീതിയിൽ ദുഷിച്ചിരിക്കുകയാണ്. ഇതിനെ ശുദ്ധീകരിക്കുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട്. അത് ശുദ്ധീകരിക്കുക വഴി നമുക്ക് ഒട്ടനവധി, നിങ്ങൾ എന്തെന്ത് രോഗലക്ഷണങ്ങൾ, എന്തെന്ത് ടെസ്റ്റ് റിപ്പോർട്ടുകൾ, എന്തെന്ത് പേരുകൾ വിളിച്ചാലും നമ്മൾ ബേസിക്കലി നിങ്ങളുടെ ശരീരത്തിനെ ക്ലൻസ് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു, എന്നിട്ട് റിജുവിനേറ്റ് ചെയ്യുന്നു. ഏത് രോഗാവസ്ഥയിലും അടിസ്ഥാനമായിട്ട് നടക്കുന്നത് ഇത് തന്നെയാണ്. ക്ലൻസിങ് ആൻഡ് റിജുവിനേഷൻ. ശുദ്ധീകരിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക. ഇത് രണ്ടുമാണ് ആയുർവേദത്തിൽ. അത് മുടികൊഴിച്ചിലായാലും, തലവേദനയായാലും, തുമ്മലായാലും, സൈനസൈറ്റിസ് ആയാലും, ടോൺസിലൈറ്റിസ് ആയാലും, തൈറോയിഡ് ആയാലും, ആസ്മയായാലും, ചുമയായാലും, കഫക്കെട്ടായാലും, അസിഡിറ്റി ആയാലും, നെഞ്ചിരിച്ചിലായാലും, പുളിച്ചുകേട്ടലായാലും, ബ്ലോട്ടിംഗ് ആയാലും, ഗ്യാസ്ട്രബിൾ ആയാലും, സിസ്റ്റ് ആയാലും, ഗ്രോത്ത് ആയാലും, PCOD ആയാലും, ഇറഗുലർ സൈക്കിൾസ് ആയാലും, അൾസർ ആയാലും, ജെറഡ് ആയാലും, IBS ആയാലും, ക്യാൻസറസ് കണ്ടീഷൻ ആയാലും, റൊമാറ്റിക് കണ്ടീഷൻസ്, വേദനയോ, നീരോ, തരിപ്പോ, പുകച്ചിലോ, ഡിസ്പ്രൊലാപ്സോ, ബൾജോ, പ്രൊട്രൂഷനോ, എല്ല് തേയ്മാനോ, അതല്ലെങ്കിൽ പലറ്റിക്കൽ സ്ട്രോക്കോ, നടുവേദനയോ, കഴുത്തുവേദനയോ, മുട്ടുവേദനയോ, തേയ്മാനോ, ഈ രീതിയിൽ ഏത് രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാലും നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളിൽ നിന്ന് ഏതേത് ദോഷം വർദ്ധിച്ചത് വഴിയാണ് നിങ്ങൾക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടതായ ഔഷധങ്ങളും ആഹാരങ്ങളും ജീവിത രീതിയും സജസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ സാധിക്കാത്തത്. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഒരു ജനറലൈസ്ഡ് ഒരു 1000 കേസ് എടുക്കുന്നു, അതിൽ ഇത്ര % ആ ഔഷധം അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ അനലൈസ് ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ആ കെമിക്കൽസ് അതിന്റെ ഓപ്പോസിറ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫലിക്കുന്നതിന്, ആ രോഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്നു. അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ബ്യൂട്ടി. പക്ഷെ അതിന്റെ തകരാറ് നമുക്ക് ആ ഒരു രോഗത്തെ, ആ ഒരു ഏരിയയെ, ആ ഒരു സൈറ്റിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് ചികിത്സിക്കുമ്പോൾ മറ്റ് ഭാഗങ്ങളിൽ മറ്റ് രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നു. ഇതാണ് പൊതുവെ ചുരുക്കി പറയാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ആയുർവേദം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങൾ, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ, നിങ്ങളുടെ ഭക്ഷണരീതി, ജീവിത രീതി, ദോഷപ്രകൃതി, ശരീരപ്രകൃതി, രോഗാവസ്ഥകൾ, ഇമ്മ്യൂണിറ്റി പവർ, ദഹനശക്തി, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം സമന്വയിപ്പിച്ചു കൊണ്ടുവേണം ആയുർവേദ ചികിത്സ തുടരാനായിട്ട്. അതല്ലാതെ ആയുർവേദത്തില് ഇപ്പൊ നമുക്കൊരു 10 തരം മരുന്നുകൾ, ഒരു 10 കൂട്ടം ഔഷധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രോഗാവസ്ഥകളും ചികിത്സിക്കാനായിട്ട് സാധിക്കും. അത് ഏതേത് രീതിയിൽ, ഏതേത് അനുപാതത്തിലും ചേർക്കണം, ഏതേത് ഔഷധങ്ങൾ തമ്മിലാണ് ചേർത്ത് ഉപയോഗിക്കേണ്ടത്, ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എല്ലാതരം രോഗാവസ്ഥകളും. കാരണം ഏത് രോഗാവസ്ഥയിലും ഈ വാതദോഷം, പിത്തദോഷം, കഫദോഷം, ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ബാലൻസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമുക്ക് രോഗാവസ്ഥകളില്ലാതെ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യൂണിക്. എല്ലാവരും വ്യത്യസ്തരാണ്. കാരണം ഈ വാതപിത്ത കഫദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വ്യത്യസ്ത സ്വഭാവ രീതികൾ, ജീവിത രീതികൾ, കാഴ്ചയ്ക്ക് ഉള്ള ആകൃതി പോലും വ്യത്യസ്തമായിരിക്കുന്നത് ഈ വ്യത്യസ്ത അനുപാതത്തിലുള്ള വാതപിത്ത കഫദോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഔഷധം എല്ലാവർക്കും പ്രയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഒരു രോഗത്തിന് ഒരേ ഔഷധം എല്ലാവരിലേക്കും ഇത് സാധ്യമല്ല. മറ്റ് ചികിത്സാ ശാസ്ത്ര
ശാസ്ത്രങ്ങളിൽ അത് സാധ്യമായേക്കാം. പക്ഷെ ആയുർവേദത്തില് ഒരേ ഔഷധം പല രോഗാവസ്ഥകളിൽ പല വ്യക്തികൾക്ക് പല രോഗാവസ്ഥകളിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രോഗത്തിന് ഒരു മരുന്ന് എന്നുള്ള കാഴ്ചപ്പാട് ശരിയാകില്ല, നടക്കില്ല. കാരണം ഒരു ഔഷധം കൊണ്ട് ഒരുപാട് രോഗാവസ്ഥകളെ ചികിത്സിക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ എന്തെന്ത് ഔഷധങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ചിരുവല്ലുവാതി കഷായം നമുക്ക് പൈൽസിന് ഉപയോഗിക്കാം, ഇൻഫെർട്ടിലിറ്റിക്ക് ഉപയോഗിക്കാം, അഗ്നിമാന്ദ്യത്തിന് ഉപയോഗിക്കാം, ഇൻഡൈജഷന് ഉപയോഗിക്കാം. ഏതേത് രോഗാവസ്ഥയിലും ശരീരത്തില് പാകം നടക്കാതെ വരുമ്പോൾ നമുക്ക് അഗ്നിദീപ്തി കുറയുന്നു എന്ന് മനസ്സിലാക്കണം. ആ അഗ്നി ദീപിപ്പിക്കുന്നതിനായിട്ട് അഗ്നിദീപ്തികരങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിശ്ചയിക്കാം. ഞാൻ വായിൽ വന്നൊരു പേര് പറഞ്ഞെന്ന് മാത്രം. ഇനി തെറ്റിദ്ധരിക്കേണ്ട, അത് അഗ്നിദീപ്തിക്ക് മാത്രമാണെന്ന് ധരിക്കരുത്. ഒരുപാട് രോഗാവസ്ഥകൾ ഉപയോഗിക്കാവുന്ന മരുന്നുകൾ, ഏത് മരുന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഔഷധം ഒരു ഡോക്ടർ ഒരു പ്രത്യേക അവസ്ഥയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതേ ഔഷധം മറ്റൊരു ഡോക്ടർ വേറെ അവസ്ഥയിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇതാണ് ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി സംഗതികൾ നിങ്ങളോട് പറഞ്ഞറിയിക്കാനുണ്ട്. ഒന്നൊന്നായിട്ട് നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഇതിന്റെ കൂടെ നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.